മാരകമായ നിങ്ങൾ തടിക്ക് ബാധിക്കുന്നുണ്ട് നിങ്ങൾ സിഗർ നിങ്ങൾ ഇല്ലാതെ പറഞ്ഞു അത് മറ്റൊരു ചെയ്യൊന്നും പറയണ്ട. അത് നമ്മൾ ആയിട്ടാണ് ഭയങ്കര വിഷയം കാണുന്നുണ്ട്. ഇതേ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയുസ് കുറയും. ഇത്രയും പ്രശ്നം കാണുന്നു. ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ വരാണ്ട് അള്ളാഹു കാക്കട്ടെ. നിങ്ങളിതിപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 3000 ചില്ലാൻ ഉറപ്പ് വരും താൽക്കാലികമായിട്ട്. പിന്നെ ഈ പഞ്ചലോകത്തിൻ്റെ തകട് ചെയ്യണ ഒരു ഗ്രാമെങ്കിലും വേണം ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ അത് 7800 ഉറുപ്പ്യാവും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മരിക്കോളം ഒരു വിഷയം ഉണ്ടാവില്ല. സിഗർ ഇത് ബാത്തിലാക്കിയിട്ട് എന്ത് ചെയ്യണം? താത്താൻ്റെ കാര്യങ്ങൾ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കൊടക്കാട് ആറ്റക്കോയ തങ്ങൾ എന്ന് പറയപ്പെടുന്ന സഹോദരനോട്, ഇയാൾ തങ്ങളാണ് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അതായത് നമുക്ക് സ്ഥിരപ്പെടാത്ത കാലത്തോളം നമുക്കത് സ്ഥിരപ്പെട്ടിട്ട് പറയാനും കഴിയില്ല. സഹോദര, നിങ്ങൾ ഈ പറഞ്ഞ ചികിത്സ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. ഇങ്ങനെ ഒരു ചികിത്സ ദീനിൽ എവിടെയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു സിഹ്ർ ബാധിച്ച ഒരാൾ താൽക്കാലികമായിട്ട് അത് മാറ്റാൻ 3000 ചില്ലറ ഉറുപ്പ്യ. ഈ പൂർണ്ണമായിട്ട് മാറ്റാൻ എന്ത് തകിടാണ്? തകിടോ? അതിന് 1 ഗ്രാമെങ്കിലും വേണം, ഏകദേശം 8000 രൂപയുടെ അടുത്ത്. ഇങ്ങനെ ഒരു ചികിത്സ അള്ളാൻ്റെ ദീനിൽ അവിടെ ഇല്ല. സിഹ്ർ ഏൽക്കും, സിഹ്ർ ഏറ്റ ആളുകളുണ്ട്, അതിന് ഇസ്ലാമിക വിധികളുണ്ട്, അതിൻ്റെ ചികിത്സ പഠിച്ച ആളുകളുണ്ട്. ആ പണ്ഡിതന്മാരിൽ ഇന്നേ വരെ ഒരാളും എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനത്തെ ഒരു വാദം ഉന്നയിച്ചിട്ടില്ല. ഇത് ഏതോ ഒരു സ്ത്രീയാണ്, അന്തവും കൊന്തൊന്നും ഇല്ലാത്തൊരു സ്ത്രീയാണ്. നമുക്കത് പിന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരെ ചൂഷണം ചെയ്യാണ്, ഭീഷണിപ്പെടുത്താണ്. ഇങ്ങനെ തടിക്ക് ബാധിച്ചിട്ടുണ്ട്, മരണം വരെ സംഭവിക്കുക, ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭീഷണിപ്പെടുത്താണ്. ഈ നാട്ടിൽ കുറേ പൊട്ടത്തി പണങ്ങളുണ്ടല്ലോ. എന്തെങ്കിലും ചെറിയൊരു പ്രയാസം വരുമ്പോൾ ചിലപ്പോൾ ഒരു കാറ്റടിക്കും, മരങ്ങൾ വീഴും, അല്ലെങ്കിൽ കിണറ്റിൽ വെള്ളം പറ്റും. കിണറാകുമ്പോൾ വെള്ളം വരും ഒക്കെ ചെയ്യുമേ. വാഹനമാകുമ്പോൾ ചിലപ്പോൾ എന്തോ ആക്സിഡൻ്റ് ആവും, കുട്ടികളാകുമ്പോൾ വീഴും. ഇത് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ ഈ അന്ധവിശ്വാസം തലക്കടിച്ച് കയറ്റിയിട്ട് മെൻ്റലായി പോയ ചില ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആത്മീയ ചൂഷകന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഈ ചെല്ലുന്ന ആൾക്ക് കിട്ടേണ്ടത് ഇത് തന്നെയാണ്. നിങ്ങൾക്ക് നല്ലോണം സിഹ്റുണ്ട്, നിങ്ങൾക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, എങ്കിലാണ് എന്താവുള്ളൂ, ഇവർക്ക് തൃപ്തിയാവുള്ളൂ. ഇനിയിപ്പോൾ തങ്ങൾ പറയണം നിങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് എന്താവില്ല, അത് തൃപ്തിയാവില്ല. അപ്പോൾ അടുത്ത ആളെടുത്ത് പോകും. അവിടെ പോയിട്ട് ചിലപ്പോൾ തന്നെയാണ്. അപ്പോൾ ഉണ്ട് എന്ന് ആരാണോ പറയുന്നത് അവരുടെ അടുത്ത് എന്താവും പോവും. അവർ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എന്താവും പറഞ്ഞു കൊടുക്കും. താൽക്കാലിക മാറ്റാനായിട്ട് 3000 ചില്ലറ അതുകൊണ്ട് കൊടുക്കും. അല്ലെങ്കിൽ എന്നാൽ വേണ്ട, പൂർണ്ണമായിട്ട് മാറ്റാം, ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് 1 ഗ്രാമിൻ്റെ സ്വർണം കൊണ്ട് കൊടുക്കും. 3000 ചില്ലറയും കൊണ്ട് സിഹ്ർ മാറ്റുന്ന നിയമം നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ധാരങ്ങളെ പഠിപ്പിച്ചത് താൽക്കാലികമായിട്ട് മാറ്റാനായിട്ട് സ്വർണം കൊണ്ട് സിഹ്ർ മാറ്റിയേ. അല്ലാഹു അലം. എന്താ പറയുക, ആറ്റക്കോയോട് പറയാനുള്ളതേ, നിങ്ങൾ കുറച്ചൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് രഹസ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. കാരണം നിങ്ങൾ പബ്ലിക്കിൽ ശുദ്ധ മണ്ടത്തരം വിളിച്ചു പറയുമ്പോഴാണ് നമുക്ക് പബ്ലിക്കിൽ വന്നിട്ട് മറുപടി തരേണ്ട അവസ്ഥ വരുന്നത്. ആറ്റക്കോയ പബ്ലിക്കിലല്ല, വീഡിയോ പബ്ലിസിറ്റി കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇത് രഹസ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെന്താവും, പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് പാടുള്ളതല്ലേ എന്നുള്ളത് അറിയിക്കും. പക്ഷെ നിങ്ങൾ പബ്ലിക്കിൽ വന്നിട്ട് ലോകത്തില്ലാത്ത സകല തോന്നിയവാസങ്ങളും സകല മണ്ടത്തരം പറയുന്നതൊക്കെ പൊട്ടത്തരാണ്. ഒരു അന്തവുമില്ല കുന്തവുമില്ല. ബോധം എന്ന് പറയുന്ന സാധനം തൊട്ടും തീണ്ടും തലോടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിമർശിക്കുമ്പോൾ ആറ്റക്കോയ എന്ത് വേണമെന്നറിയോ, നിങ്ങൾ ഏത് വിഷയത്തിലാണോ നിങ്ങൾ പിന്നെ വിമർശിച്ചിട്ടുള്ളത് ആ വിമർശകന്മാർക്ക് ആ വിഷയം കൊണ്ട് മറുപടി കൊടുക്കണം. അല്ലാണ്ട് കുറേ ആളുകളെ ചൂഷണം ചെയ്തിട്ട് കിട്ടിയ പൈസ കൊണ്ട് അതിലെ ഒരു തുച്ഛമായ സംഖ്യ എത്തിയമക്കളൊക്കെ വീട് വെക്കാനോ കൊടുത്തിട്ട് ആ എത്തിയമക്കളെ കാണിച്ചിട്ടോ, ഞാൻ 130 എത്തിയമക്കളെ പോറ്റുന്നുണ്ട്, ഇവരാണ്, അതുകൊണ്ട് ഇത് തകരൂല, 24 വീട് വെച്ച് കൊടുത്തു എന്നും പറഞ്ഞിട്ടല്ല ന്യായീകരിക്കേണ്ടത്. നിങ്ങൾ ഏത് വിഷയത്തിലാണോ നിങ്ങൾ വിമർശിച്ചിട്ടുള്ളത് ആ വിഷയം കൊണ്ട് എന്ത് ചെയ്യണം, മറുപടി പറയാൻ കഴിയണം. ഇത് ദീനിലുള്ളതാണ് എന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലും സാധിക്കുമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ വളരെ താഴ്മയോടുകൂടെ അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ചെയ്യുന്ന എന്ത് ചെയ്യുക, കുറച്ചൊക്കെ ഒന്ന് രഹസ്യമാക്കി വയ്ക്കുക. അപ്പോൾ പകുതി പ്രശ്നങ്ങൾ എന്താവും, തീർന്നു കിട്ടും. അപ്പോൾ നിങ്ങൾ പേഴ്സണലായിട്ട് ബന്ധപ്പെടുമ്പോൾ നിങ്ങളോട് കാര്യം പറയുമ്പോൾ എന്താവും, നിങ്ങൾക്ക് വിഷയങ്ങൾ മനസ്സിലാവും. ഇത് പബ്ലിക്കിൽ വന്നിട്ട് സകല പൊട്ടത്തരങ്ങളും
പിന്നെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെ വിമർശിക്കുമ്പോൾ അത് ഹാലിളകിയിട്ട് എന്തെങ്കിലുമൊക്കെ പിന്നെ വിളിച്ച് പറയല്ല. കുറേ ഉസ്താദുമാരും ഇതിൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്. ഒക്കെ പൈസയാണേ, ഒക്കെ കമ്മീഷനാണേ. എന്താ തർക്കമുള്ളതിൽ? ഒരു തർക്കമില്ലല്ലോ. അല്ലാ, എന്നാ പഠിച്ചോൻ ഈ സമുദായമൊക്കെ നന്നാവുക. ഏതായാലും പഠിച്ചോൻ കാക്കട്ടെ. ഏതായാലും ഞാൻ വലിയ സന്തോഷവാനാട്ടോ. അള്ളാഹു എനിക്ക് തന്ന നിഅമത്ത് ഒരാൾക്കുള്ള കൊടുത്തിട്ടുണ്ടാവില്ല. റബ്ബ് എനിക്ക് തന്ന നിഅമത്ത് ഒരു മഖലൂക്കിനുള്ള അത്രയ്ക്ക് പ്രതിഫലം. ഞാനിങ്ങനെ ചിന്തിക്ക, പഠിച്ചോനെ എന്തൊരു നിഅമത്ത്. ഇന്ന് നിങ്ങൾ എത്ര പവന്റെ സ്വർണ്ണ കിട്ടി? ഇന്നൊക്കെ എത്ര പവനാ അവിടെ കിട്ടിയത്? എന്താണ് ഈ വിളിച്ചു പറയുന്നത്? അള്ളാഹു ഇദ്ദേഹത്തിന് കൊടുത്ത നിഅമത്ത് ദുനിയാവിൽ ഒരാൾക്കും കൊടുത്തില്ല, ഒരു മഹ്ലൂക്കിനും കൊടുത്തിട്ടില്ല. അതിന് തെളിവെന്താ പറയുന്നത്? എന്തുമാത്രം സ്വർണ്ണങ്ങളാണ് കിട്ടിയത്. ഈ സ്വർണം കിട്ടല നിഅമത്ത്. ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക, പറഞ്ഞാൽ നാവുന്ന അങ്ങോട്ട് പോവുകയാണേ. എന്തെങ്കിലും ഒരു വിഷയം ഫേസ്ബുക്കിൽ ഇട്ടാൽ പെണ്ണുങ്ങൾ ചീത്ത വിളിക്കുകയാണ്. ഞാനൊക്കെ ഡിലീറ്റ് ആക്കി വിടലാണ്. പടച്ച റബ്ബ് എന്തൊക്കെ വിധിച്ചിട്ടുണ്ടോ ആ വിധിയിൽ തൃപ്തനായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നമ്മളെ വന്നിട്ട് ആറ്റക്കോയിന് എന്തെങ്കിലും പറയുമ്പോൾ ആളുകൾ കമൻറ്റ് ഇടാണ്, അങ്ങനെ പോവും, തങ്ങളുപ്പാപ്പനെ പറഞ്ഞ് എങ്ങനെ ആയിപ്പോവും, അങ്ങനെ ആയിപ്പോവും, ഇങ്ങനെ ആയിപ്പോവും, നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോവും എന്ന് പറയുന്നതിൻ്റെ എല്ലാ നിലക്കും ആയിപ്പോയിട്ടാണ് നമ്മളിവിടെ നിന്നിട്ട് വിഷയം പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഉമ്മ പെങ്ങന്മാർ സഹോദരിമാരോട് കുറച്ച് അന്തം, കുറച്ച് ഒരു ലേശം എന്ത് ചെയ്യുക, കാണിക്കാൻ ബുദ്ധി കാണിക്കുക. ഇത് ആറ്റക്കോയും അതിൻ്റെ പിന്നാലെ പിന്നെ പോകുന്നവർ, നിങ്ങളൊക്കെ പൊട്ടന്മാരാണെങ്കിൽ നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും പൊട്ടത്തരാണെന്നുണ്ടെങ്കിൽ അത് കാണുന്ന ആളുകൾ അത് അങ്ങനെയല്ല, ഒരു കുറച്ചൊക്കെ വിവരമുള്ള ആളുകൾ ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഈ ചോറ് തിന്നുന്ന ചെറിയൊരു ബുദ്ധി, ഒരു ബോധം, അത് ആറ്റക്കോയൻ്റെ ഫാൻസുകളും ഗ്രൂപ്പുകളൊക്കെ കാണിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.